ഫിലിം ഇൻഡസ്ട്രിയിൽ പണ്ട് മുതലേ ഉള്ളൊരു പറച്ചിലാണ്, ഒരൊറ്റ വെള്ളിയാഴ്ച മതി തലവര മാറാനെന്ന്. കാരണം വെള്ളിയാഴ്ച ദിവസം സിനിമ റിലീസാവും. സിനിമ ഹിറ്റാവുകയാണെങ്കിൽ പുതിയൊരു താരമുണ്ടാവുകയാണ്, പുതിയൊരു ഭാഗ്യ നായിക ഉണ്ടാവുകയാണ്, അതുപോലെ തന്നെ പുതിയൊരു ഗംഭീര ടെക്നീഷ്യൻ ഉണ്ടാവുകയാണ് എന്നൊക്കെ പറയുന്ന പോലെ വെള്ളിയാഴ്ചകളിലാണ് സിനിമ റിലീസാവുന്നത്. സിനിമ റിലീസായി ഹിറ്റാവുമ്പോൾ ഒരു ഗംഭീര താരമുണ്ടാവുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് അത് വരുന്നത്. ഇന്ന് മലയാള സിനിമയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച സിനിമ റിലീസാവുന്നു, ശനിയാഴ്ച പ്രസ് കോൺഫറൻസ് നടത്തുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച പടം റിലീസാവും, ആദ്യത്തെ ഒരു ഷോ എങ്ങനെയെങ്കിലും ഒരാളെ കയറ്റി ഗംഭീര അഭിപ്രായമൊക്കെ നേടിയെടുത്തതിന് ശേഷം, എന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിലും നമ്മൾ കാണുന്നത് ഒരേ മുഖങ്ങൾ തന്നെയാണ്, അവരെല്ലാ സിനിമയും ഗംഭീരാണെന്ന് പറയുന്ന ആളുകളുമാണ്. അങ്ങനെ കുറച്ച് അഭിപ്രായമൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അടുത്ത ഷോസിനൊക്കെ തിയേറ്ററിലൊന്ന് പോയി നോക്കണം കേട്ടോ, അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ പോയി കാണുന്ന ഒരാളായതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നിട്ട് വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഈ സിനിമകളെക്കുറിച്ച് റിവ്യൂസൊക്കെ വന്നു തുടങ്ങും. പിന്നെ ശനിയാഴ്ചയുടെ ഊഴമാണ്. ചിലർ ശനിയാഴ്ച വരെ കാത്തിരിക്കില്ല, വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ പ്രസ് കോൺഫറൻസ് നടത്തും. നമ്മുടെ സിനിമയെ തകർത്ത് കളഞ്ഞു ഗൈസ്, ചെറിയ ചിലവിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്, ഒരു ഗംഭീര സിനിമയാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടവരൊക്കെ ആസ്വദിച്ചാണ് കണ്ടത്, പക്ഷേ ഈ റിവ്യൂ ചെയ്യുന്നവർ ഞങ്ങളുടെ സിനിമയെ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്ന സമയത്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകറ്റുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാദമുണ്ടല്ലോ, ആ വാദത്തിനും അപ്പുറത്ത് ഇന്ന് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് OTT സെയിലാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് ഒരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമ OTTക്കാരെടുത്തിരിക്കുന്നത് 6 കോടി രൂപയ്ക്കാണ്. 6 കോടി രൂപ ഒരു സിനിമയ്ക്ക് കിട്ടണമെങ്കിൽ, ഒരു തിയേറ്ററിൽ ഓടി ഒരു സിനിമയ്ക്ക് കിട്ടണമെങ്കിൽ അത് എത്ര ദിവസം എത്ര തിയേറ്ററുകളിലായി ഹൗസ്ഫുൾ ഷോസ് കളിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുമ്പ് ഇതേ OTTക്കാർ ഈ 6 കോടിക്കൊക്കെ എടുത്ത സിനിമ ഒരു 30 കോടി 35 കോടിക്കൊക്കെ എടുക്കുമായിരുന്നു. കാരണം അവർക്ക് സബ്സ്ക്രിപ്ഷൻ ആവശ്യമായിരുന്നു. പക്ഷേ മലയാളം കണ്ടന്റ് അങ്ങനെ വാരിക്കോരി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് OTT പ്ലാറ്റ്ഫോമുകാർക്ക് മനസ്സിലായതിനെ തുടർന്ന് അവരിപ്പോൾ സിനിമകൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. തിയേറ്ററിലൊരു ഗംഭീര വിജയമൊക്കെ ആയി നല്ല അഭിപ്രായം എങ്ങും കേൾക്കുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ അവരെടുക്കാൻ തയ്യാറാവും. അങ്ങനൊരു സിനിമ റിലീസ് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ തിയേറ്ററിലോടി കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഈ പല സിനിമകളും അവരെടുത്തു വെച്ചിരിക്കുന്നത് OTTക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് തിയേറ്ററിൽ വർക്കാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ തിയേറ്ററിൽ ഇറക്കി കുറച്ച് പൈസ മുടക്കിയാണെങ്കിലും നല്ല അഭിപ്രായങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾപ്പിച്ച് OTTക്കാരുടെ അടുത്ത് ഇതൊന്ന് സെയിലാക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് സത്യസന്ധമായി സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ചില ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? റിവ്യൂ ബോംബിംഗ് സിനിമയെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ് കോൺഫറൻസ് അങ്ങ് നടത്തുക. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഗ്രൂപ്പ് പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ ഞാനതിൻ്റെ ആ സിനിമ ആ സംഘം കാണുന്ന കൂടെ ഇരുന്ന് കണ്ട ആളാണ്. അവർ ഈ പറയുന്ന കൈയ്യടിയൊന്നും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ ഒരു സന്തോഷം. അപ്പോൾ പറഞ്ഞു വന്നത്, OTT പ്ലാറ്റ്ഫോമുകാർ ഇപ്പോൾ സിനിമകൾ എടുക്കുന്നതിന് പകരം ചില പ്ലാറ്റ്ഫോമുകാർ മലയാളത്തിൽ നിന്നുള്ള വെബ് സീരീസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെബ് സീരീസ് റിലീസായിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്നാണ് അതിൻ്റെ പേര്. നിതിൻ രഞ്ജി പണിക്കർ തിരക്കഥയൊരുക്കി സംവിധാനം നിർവഹിച്ചിട്ടുള്ള 6 എപ്പിസോഡുകൾ അടങ്ങുന്നതാണ് ഈ വെബ് സീരീസ്. ആദ്യം എനിക്ക് ഹോട്ട്സ്റ്റാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മളൊരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 1.5x ഒക്കെ കൂട്ടി സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ പറ്റുന്ന സൗകര്യം, അത് നിങ്ങൾ വെബ്സൈറ്റിൽ കൂടി കൊണ്ടുവരണം. ഞാനിത് കൂടുതലും സിസ്റ്റത്തിൽ ഇരുന്ന് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വലിയ സ്ക്രീനിൽ കാണാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. പക്ഷേ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സൗകര്യം വെബ്സൈറ്റിലില്ല. അതുകൊണ്ട് ഞാൻ ഫോണിൽ കാണേണ്ടി വന്നു. അപ്പോൾ ആ സ്പീഡ് കൂട്ടാനുള്ള സൗകര്യം വെബ്സൈറ്റിലേക്കും കൂടി കൊണ്ടുവന്നാൽ വലിയൊരു ഹെൽപ്പ് ആവുമായിരുന്നു. രണ്ടാമത്തെ ഒരു സജഷൻ കൂടിയുണ്ട്, അത് 1.5x പോരാ, 2x എങ്കിലും കൊണ്ടുവരണം. നാഗേന്ദ്രൻസ് ഹണിമൂണിലേക്ക് വരുമ്പോൾ, നാഗേന്ദ്രൻ എന്ന് പറയുന്ന വെള്ളായണിയിലെ ഒരു ഗ്രാമത്തിലെ ഒരു യുവാവാണ്. യുവാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യവയസ്കൻ എന്നുള്ള ലെവലിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണിക്ക് പോകാൻ യാതൊരു താല്പര്യമില്ലാത്ത വയസ്സായ അമ്മ പണിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. അവന് പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്നൊരു, അതായത് വിദേശത്തേക്ക് പോകണമെന്ന് ഒരാഗ്രഹം വരുന്നു. അതിൻ്റെ കാരണം പോലും 4 പേര് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ അവന് കുറച്ച് കാശ് വേണം. കാശിന് വേണ്ടി അവൻ കണ്ടെത്തുന്ന മാർഗ്ഗം കല്യാണം കഴിച്ച് സ്ത്രീധനം വാങ്ങുക എന്നുള്ളതാണ്. പിന്നീട് അയാൾ നടത്തുന്ന കല്യാണങ്ങളും അത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നതെന്നുമാണ് ഈ വെബ് സീരീസിൽ പറയുന്നത്. വെബ് സീരീസ് ആരംഭിച്ചപ്പോൾ മുതൽ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്ന് വീഴുന്നതാണ്. ഒന്ന്, പലപ്പോഴും എനിക്ക് ഈ സ്കോർ ഞാൻ വെബ്സൈറ്റിലും കണ്ടു നോക്കി, അതുപോലെ തന്നെ ഫോണിലും കണ്ടതാണ്. പലപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡയലോഗ്സിന് മുകളിൽ കയറി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ പോട്ടെ നോക്കാം. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെറുതെ ഓരോ സീനിലും, രാവിലെ ഒരമ്മ വീട്ടിൽ എണീക്കുന്നു, അവർ വിളക്ക് കത്തിക്കുന്നു, പിന്നെ മുറ്റമടിക്കുന്നു, മോന് കാപ്പി വെക്കുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെറുതെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടണം, അന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടോ എന്ന് പറഞ്ഞിടുന്നത് പോലെ ഒരു ഫണ്ണി ടൈപ്പ് ഒരു സാധനം പോകുന്നു. വിളക്ക് കത്തിക്കുമ്പോൾ പെട്ടെന്ന് മ്യൂസിക് മാറുന്നു. പിന്നെ വേറൊരു ഇമോഷൻ വരുമ്പോഴേക്കും പെട്ടെന്ന് ആ ഇമോഷനെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി സിനിമയ്ക്ക് എന്തോ, വെബ് സീരീസിന് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തടുത്ത് മ്യൂസിക് കൊണ്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ വളരെ
ഫോഴ്സ്ഫുള്ളി ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര അരോചകമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ആ ചെയ്തു വെച്ചിരിക്കുന്നത് മോശം എന്നല്ല പറയുന്നത്, അത് അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ വന്ന് വീഴേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഞാനിതൊന്ന് കണ്ടോട്ടെ പ്ലീസ് എന്ന് മ്യൂസിക്കിനോട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. 2 എഴച്ചിലാണ്. എഴച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സിനിമ, ഒരു 1.5 മണിക്കൂർ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒതുക്കേണ്ട അത്രയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. നാഗേന്ദ്രൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എല്ലാ മതത്തിൽ നിന്നും ആളെയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു മതസൗഹാർദ്ദമൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരുടെയൊക്കെ ഓരോ സിറ്റുവേഷൻ അവതരിപ്പിക്കലൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ്, പ്രത്യേകിച്ച് ഗ്രേസ് ആൻ്റണിയുടെയൊക്കെ എപ്പിസോഡിൽ കുറേ ഓവറാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ഓവറാക്കി അങ്ങനെ നീണ്ടു പോയി. ഓരോ എപ്പിസോഡിലും എനിക്ക് വലിച്ചിൽ ഫീൽ ചെയ്തു. ഒരു 2ാമത്തെ അല്ലെങ്കിൽ 2.5 3ാമത്തെ എപ്പിസോഡ് ഫിനിഷ് ആവുന്നതിന് മുമ്പ് ഞാൻ ഫോണിലേക്ക് മാറി. എനിക്ക് സിസ്റ്റത്തിൽ കാണുന്നതാണ് ഏറ്റവും സൗകര്യം എന്നിരിക്കെ ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് കണ്ടു. കാരണം എനിക്കിതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ. പക്ഷേ സ്കിപ്പ് ചെയ്താൽ ഒരു ഡയലോഗ് മാറിപ്പോകുമല്ലോ. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കാണാമെന്നുള്ളതാണ്. സ്പീഡ് കൂട്ടിയിട്ട് കണ്ടിട്ടും എനിക്കിത് സ്കിപ്പ് ചെയ്ത് കാണാൻ തോന്നി. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. ഇവരെല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പരിപാടികൾ, അതായത് ഒരു ബ്രാഹ്മണ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, എന്താ ചെയ്യുക, അങ്ങനെ ഒരു ഫാമിലി, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ പറയുമ്പോൾ അവരുടെ സംസാര ഭാഷ അല്ലെങ്കിൽ അവരുടെ ശൈലി, പിന്നെ പൊളിറ്റിക്കലി അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളത് വളരെ സ്റ്റീരിയോടിപ്പിക്കൽ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നത് പോലെ ഇതിലൊന്നും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് തങ്കം എന്ന് പറയുന്ന എപ്പിസോഡ് നമ്മൾ ഈ മനോരമ വാരികയിൽ കണ്ണീരിങ്ങിനാവൊക്കെ വായിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ഇതൊരു വളരെ ചെറിയ ദൈർഘ്യമുള്ള സിനിമയായിട്ടോ ഷോർട്ട് ഫിലിമായിട്ടോ വന്നു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷേ നമ്മളൊരു OTT പ്ലാറ്റ്ഫോമിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് ഒരു കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, കാരണം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ ഈ സിനിമയൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോംകാർ എടുക്കുന്നില്ല, അവർ വളരെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഓരോ കണ്ടൻറ്റും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൽ കൂടി വന്ന ഒരു കോണ്ടൻറ്റ് ഞാൻ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ഒരു ഹാപ്പിനെസ്, ഒരു രസം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു രസവും തോന്നിയില്ല. പിന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അത്രയും വെറുക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവിത്രി എന്ന് പറയുന്ന എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ സുരാജ് കാണിക്കുന്ന ഒരു ജസ്റ്റർ അതെനിക്ക് നന്നായിട്ട് തോന്നി. കാര്യം ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് നമ്മളിൽ ഇരിക്കെ തന്നെ അയാളിൽ എന്തോ ഒരു നന്മയുടെ എലമെൻ്റ് അവശേഷിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതേ കാര്യം തന്നെ മറ്റൊരു വേർഷനായിട്ട് കനി കുസൃതി വരുന്ന എപ്പിസോഡിലും തങ്കം എന്ന് പറയുന്ന എപ്പിസോഡിലും അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജസ്റ്റർ അതാണ് എനിക്ക് ഇതിനകത്ത് ഈ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്ത ഒരു ഘടകം. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഓരോ എപ്പിസോഡിലും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ട്വിസ്റ്റായിരുന്നു. അത് ക്ലൈമാക്സിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ആദ്യം എത്ര എപ്പിസോഡ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അതും ഒരു പഴഞ്ചൊല്ലൊക്കെ പോലത്തെ ഒരു സംഭവമായിരുന്നു. മറ്റേ ചതിയും ചെട്ടിയും ഒക്കെ വരുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ. അങ്ങനെ ആകെ മൊത്തത്തിൽ 2Xലായിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്ത് കണ്ടിരുന്നെങ്കിൽ കുറേ കൂടി നേരത്തെ അവസാനിപ്പിക്കാമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്ത ഒരു വെബ് സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ. പക്ഷേ ഉണ്ടല്ലോ, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഇത് ഗംഭീര സംഭവമായിരിക്കും. ഇതിനകത്ത് ഒരുപാട് എലമെൻറ്റുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ടെക്നിക്കലി ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും അയ്യോ ഇത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. എൻ്റെ അങ്ങനെ കമൻസ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ ഇത് കാണാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ കാണാനുള്ള വെബ് സീരീസ് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.